ദേവവ്രതൻ്റെ ജീവിതത്തിലെ പ്രധാനമായൊരു സംഭവമായിരുന്നു ആ ശപഥം. വളരെ ഭീഷ്മമായ ശപഥം എന്നുവെച്ചാൽ ഭയാനകമായ എന്നർത്ഥം. ഇത് കേട്ട ദേവർഷിമാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ദേവവ്രതൻ ഇനി മുതൽ ഭീഷ്മൻ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് അവർ പറഞ്ഞു. മുക്കുവരാജാവിന് പിന്നെ എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഭീഷ്മൻ സത്യവതിയുമായി ശന്തനുവിൻ്റെ മുന്നിലെത്തി. ശന്തനുവിന് വളരെ സന്തോഷമായി. ഭീഷ്മന് സ്വച്ഛന്ത മൃത്യു ആയിരിക്കട്ടെ എന്നൊരു വരം കൊടുത്തു. സ്വച്ഛന്ത മൃത്യു എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? തനിക്കിഷ്ടമുള്ള അത്രയും കാലം ജീവിക്കാം. അവനും വിചാരിക്കുമ്പോഴേ മരണം ഉണ്ടാവുമെന്ന് കാര്യം. ആ വരം പോലും ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പാടായി മാറി. ആ കഥ പിന്നീട് പറയാം. ശന്തനുവിന് പിന്നെയുണ്ടായി 2 മക്കൾ, ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതൻ വലിയ വില്ലാളിവീരനായി വളർന്നു. ശന്തനുവിന് ശേഷം രാജ്യഭാരം ഏറ്റെടുത്തു. ധാരാളം യുദ്ധം ചെയ്യുമായിരുന്നു. യുദ്ധത്തിലൊക്കെ ജയിച്ചു. അതോടെ വല്ലാത്തൊരു ആത്മവിശ്വാസമായി, താൻ ഏത് യുദ്ധത്തിലും ജയിക്കുമെന്ന്. അങ്ങനെ ചിത്രാംഗതൻ എന്നു പേരുള്ള ഒരു ഗന്ധർവനുമായി ഒരിക്കലൊരു യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധത്തിൽ ചിത്രാംഗതൻ മരിച്ചു.